കാര്യം അറിയാം, ഇത് ഓട്ടോ റെക്കോർഡിൽ കിടക്കുന്നുണ്ട്. ഈ ഓട്ടോ റെക്കോർഡിൽ കിടക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം, എനിക്ക് ഫയല് ഷെയർ ചെയ്യാൻ വേണ്ടി ആ റെക്കോർഡ് ഓഫ് ചെയ്താലേ ഫയല് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ മറന്നു പോകും. ഇനിയുള്ള ടോപ്പിക് അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ 58 ടോപ്പിക്സ് റെക്കോർഡ് അല്ല. അത് നിങ്ങൾ ഫയൽ നോക്കുക. 59 തൊട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കാണാം. Cabinet Committee on Security has approved on National Security Directive on Telecommunication sector, mandating telecom service provided to procure equipment from sources designated to be trusted. അവര് ഏതൊക്കെയാണ് ട്രസ്റ്റഡ് എന്നുള്ളത് സോഴ്സസ് അത് മുൻപോട്ടേക്ക് വെക്കാൻ പറയുകയാണ്. സപ്ലൈ ചെയിൻ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് വിൽ ഡിക്ലെയർ എ ലിസ്റ്റ് ഓഫ് ട്രസ്റ്റഡ് സോഴ്സസ് of telecom service providers. PAC approves chemical castration of sex offenders. Chemical castration of rapists as part of sweeping new legislation. PAC. New laws will see rape cases expedited through the courts and create country's first national sex offenders register. Our register തയ്യാറാക്കാൻ പോവുക. അടുത്തത് ഹാൽദിബാരി ചിലാഹാത്തി റെയിൽ ലിങ്ക്. ഇത് ഡിസംബർ 17 വന്നു. ഇന്ത്യ ബംഗ്ലാദേശ് റെയിൽ ലിങ്ക് ആണ് കേട്ടോ. ഇന്ത്യക്കും ഈസ്റ്റേൺ പാകിസ്ഥാനും ഇടയ്ക്ക് പാർട്ടീഷന് ശേഷം 65 വരെ ഏതാണ്ട് 7ഓളം റെയിൽ ലിങ്ക്സ് ഉണ്ടായിരുന്നു. 65 വാറിന് ശേഷം റെയിൽ ലിങ്ക്സ് പലതും സ്റ്റോപ്പായി. ഇപ്പൊ 4 റെയിൽ ലിങ്ക്സ് ആണ് ബംഗ്ലാദേശുമായിട്ട് നമുക്കുള്ളത്. യോഗാസന ഈസ് നൗ എ സ്പോർട്ട്. യോഗാസന ഒരു കോമ്പറ്റീറ്റീവ് സ്പോർട്ടായി. ഇപ്പൊ എല്ലാവർക്കും യോഗ പഠിക്കാൻ താല്പര്യം അല്ലേ? നാഷണൽ ബോർഡ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പതി അതൊരു കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ആയിട്ട് ഇവിടെ വരികയാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റൽ നോൺ പൊളിറ്റിക്കൽ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. ബ്രോഡ്കാസ്റ്റിംഗ് ഓർഗനൈസേഷൻസ് 76 കൺട്രീസ് ഉണ്ട്, 272 മെമ്പേഴ്സ്. ABU ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് വേൾഡ് ബ്രോഡ്കാസ്റ്റേഴ്സ് യൂണിയൻ. UK US ടോപ്പ് ഹയേഴ്സ് ഓഫ് IT കോൺട്രാക്ട് സ്റ്റാഫ്. ഏറ്റവും അധികം ആളുകളെ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു UK US ടോപ്പ് 5 ഹയറേഴ്സ് ഓഫ് IT കോൺട്രാക്ട് സ്റ്റാഫ്. അതിൽ ഏറ്റവും കൂടുതൽ IT-യിൽ കോൺട്രാക്ട് സ്റ്റാഫിനെ എടുക്കുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം. ബോക്കോ ഹറാം എവിടെയുള്ള ബോക്കോ ഹറാം? ഒരു 4 വർഷമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, 4 അല്ല കൂടുതലായിട്ടുണ്ട് അല്ലേ? എന്നിട്ടാണ് അവർ 344 പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. നൈജീരിയ ബേസ്ഡ് ആണ്. UPSC ഒരിക്കൽ ചോദ്യം ചോദിക്കുകയും ചെയ്തു കേട്ടോ. ഒരു തവണ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2-3 ഇയേഴ്സിലെ പ്രിലിംസിൽ ഒരു വർഷത്തെ ചോദ്യമായി. All have equal right to practice religion. Allahabad High Court grants protection to a man booked under Uttar Pradesh anti-conversion ordinance. ഇപ്പോൾ UP സർക്കാർ കുറച്ച് ഈ എന്താ പറയുക ഒരു ആന്റി കൺവേർഷൻ ലോസ് ഒക്കെ കൊണ്ടുപോയി. അപ്പൊ ഇപ്പൊ ഒരാൾ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോകണേ കളക്ടറേറ്റിൽ പോകണം, അവിടുന്ന് അപ്രൂവൽ എടുക്കണം, 3 മാസം നോട്ടീസ് കൊടുക്കണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരാൾക്ക് വേറൊരു മതത്തിൽ പോകണേ അയാളുടെ ഇഷ്ടമല്ലേ? ആണോ? അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറ്റ് സ്റ്റേക്ക് എന്നാണ് കോടതി പറഞ്ഞത്. ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. Article 25 provides that all persons have equal right to freely profess, practice and propagate religion, subject to public order, morality, health and other provisions of Part 3 of the Constitution. SolarWinds hack. US-ൽ ഉണ്ടായ ഒരു സൈബർ അറ്റാക്ക് ആണ്. It has emerged as one of the biggest ever targeted against US government, its agencies and several other private companies. SolarWinds hack എന്നുള്ള ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. Paris fined for appointing too many women in senior positions. 80 lakh fine for appointing too many women to top level positions in 2018 and violating a national rule designated to ensure gender parity in employment.
മോർ വുമൺ ഇൻ സിറ്റീസ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഫൈൻ അൺഫെയർ ആണ് എന്ന് പറയും. ഇൻഡോ കോർപ്പാറ്റ്, ഇൻഡോനേഷ്യ, ഇൻഡിൻഡോ കോർഡിനേറ്റഡ് പട്രോളാണ്. എയിം എന്താണ്? സെക്യൂരിറ്റി ഓഫ് ഷിപ്പിംഗ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ദ റീജിയൻ. Disaster resilient infrastructure launched by Modi in September 2019 at UN Secretary General's Cabinet Action Summit in the US. Knowledge is generated and exchanged on different aspects of disaster and climate resilience infrastructure. It will create a mechanism to assist countries to upgrade their capacities and practices. With regard to infrastructure, risk contest and economic needs. What is Christmas star conjunction of Saturn and Jupiter? After nearly 400 years, Saturn and Jupiter, the two largest planets in our solar system, will be brought closest in the night sky by an astronomical event called the Great Conjunction, and popularly referred to as the Christmas star. എന്താണ് ഈ ഗ്രേറ്റ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് conjunction is not unique to Saturn and Jupiter. However, it is the name given to any event where planets or asteroids appear to be very close together in the sky when viewed from the Earth. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് പ്ലാനറ്റ്സ് അല്ലെ ആസ്ട്രോയിഡ്സ് അടുത്ത് നിൽക്കുന്നതിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. Great for the conjunction of Jupiter and Saturn because of the planet sizes. Great conjunction happens once in about 20 years because of the time of each time planets take orbit around the sun. First rescue and rehabilitation center for monkeys in Telangana. കുരങ്ങന്മാരെ സംരക്ഷിക്കാനുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ തെലങ്കാനയിൽ ആരംഭിച്ചു. ഹിമാലയൻ ട്രില്ലിയം ഈ ഡിസംബർ മാസത്തിലെ 74ാമത്തെ ടോപ്പിക്കാണ്. എ കോമൺ ഹെർബ് ഓഫ് ഹിമാലയാസ് വാസ് ഡിക്ലെയർഡ് എൻഡേഞ്ചർഡ് ബൈ IUCN. ഇത് ഓവർ യൂട്ടിലൈസേഷൻ വഴിയാണ് പോയത്. ONGC begins production in Bengal Basin, making India's 8th functional. ONGC Limited has begun crude oil production from Ashok Nagar 1 well, Bengal Basin in 24 Parangana district. This has made the Bengal Basin India's 8th producing basin, joining the ranks of Krishna Godavari, Mumbai offshore, Assam Shelf, Rajasthan Kaveri. There are 26 sedimentary basins in India, covering total area of 3 million square kilometers. Shahin 9, it is a bilateral exercise held between the Pakistan Air Force and People's Liberation Army Air Force since 2011. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് ഷാഹിൻ 9 എന്ന് പറയുന്നത്. ജൽ ശക്തി അഭിയാൻ 2, ക്യാച്ച് ദ റെയിൻ അവയർനെസ് ക്യാമ്പയിൻ. ക്യാച്ച് ദ റെയിൻ വേർ ഇറ്റ് ഫോൾസ്, വെൻ ഇറ്റ് ഫോൾസ്. നെഹ്റു യുവകേന്ദ്രയും വാട്ടർ മിഷനും കൂടി ചേർന്നിട്ടുള്ള ക്യാമ്പയിനാണ്. Status of leopards reports. 60% rise in leopards population across the country. India now has 12,852 leopards. ലെപ്പേർഡ്സിന്റെ സയന്റിഫിക് നെയിം പാന്തര പാർഡസ് എന്നുള്ളതാണ്. IUCN റെഡ് ലിസ്റ്റിലുള്ളതാണ്. ഷെഡ്യൂൾ 1-ലാണ്. സബ് സ്പീഷീസ് 9 ഇന്ത്യയിലുണ്ട്. ലീജിയൻ ഓഫ് മെറിറ്റ് ടു PM മോഡി. ഡൊണാൾഡ് ട്രംപ് അവരുടെ ഹയസ്റ്റ് മിലിറ്ററി ഡെക്കറേഷനാണ് അമേരിക്കയുടെ. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കൊടുത്തു. ഓസ്ട്രേലിയൻ PM സ്കോട്ട് മോറിസണും ജാപ്പനീസ് PM ഷിൻസോ ആബെയ്ക്കും കൊടുത്തു. നേരത്തെ 2 പേര് ഇത് കിട്ടിയവരുണ്ട്. ഒന്ന് ഫീൽഡ് മാർഷൽ KM കരിയപ്പ, അതുപോലെ ജനറൽ SM ശ്രീ നാഗേഷ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. 43 തൊട്ട് കൊടുത്തു വരുന്നതാണ്. ഫ്രൂട്ട്സ് പോർട്ടൽ ഫോർ ലാൻഡ് റെക്കോർഡ്സ് ലോഞ്ച്ഡ്. ഫാർമർ രജിസ്ട്രേഷൻ ആൻഡ് യൂണിഫൈഡ് ബെനിഫിഷ്യറി ഇൻഫർമേഷൻ സിസ്റ്റം. ഇത് കർണാടകയുടെ ഒരു പ്രോജക്റ്റ്. കർണാടക ഒരുപാട് സംഗതികൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സംഗതികൾ കർണാടകയുടെ കുറെ പ്രൊജക്ട്സ് ഇത്തരത്തിൽ വരുന്നു. 100% FDI in DTH services.
ഡയറക്ട് ടു ഹോം അതാണ് DTH, ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 100% അലൗഡ് ആണ്. Merger of 4 of its film media units. Film Division, Directorate of Film Festival, National Film Archives, Children Film Society. 4 merge ചെയ്യാം. Physical verification of premises is now mandatory. ഈ GST രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഉദ്യോഗസ്ഥർ ആ സ്ഥാപനത്തിൽ പോകണം. കാര്യം എന്താണ്? ഫേക്ക് GST ഇൻവോയ്സസ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തി. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ DRDO അത് ടെസ്റ്റ് ചെയ്തു. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കിലോയ വോൾക്കാനോ, ഇതെവിടെയാണ്? ഹവായിലെ ബിഗ് ഐലൻഡിലാണ്. റീസെന്റ് ഇറപ്റ്റ് ചെയ്തതാണ് മൗണ്ട് കിലോയ. വാട്ട് ഈസ് പാസെക്സ്? ഇതൊരു എക്സസൈസ് ആണ് ബിറ്റ്വീൻ 2 navies to ensure the navies are able to communicate and cooperate in times of war and humanitarian relief. അപ്പോൾ പാസെക്സ് എന്ന് പറയുന്നത് 2 നേവികൾ ഒരു എമർജൻസി വന്നാൽ ഇവര് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി 2 പേർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തോന്നുന്നു നമുക്ക് 15 മിനിറ്റ് കൂടെ ഉണ്ട്. 100 ടോപ്പിക്സിൽ എത്താമെന്ന് തോന്നുന്നു. വാട്ട് ഈസ് വിശ്വഭാരതി? വിശ്വഭാരതി പബ്ലിക് റിസർച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ശാന്തിനികേതനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ആണിത് ഫൗണ്ട് ചെയ്തത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഗുഡ് ഗവേണൻസ് ഡേ ഡിസംബർ 25 ഈ ഗുഡ് ഗവേണൻസിൽ അടൽ ബിഹാരി വാജ്പേയി യുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ഗുഡ് ഗവേണൻസ് ആയിട്ട് ഓർക്കുന്നത്. ത്രിപുര ഗവൺമെന്റ്സ് ന്യൂ സ്കീം ടു ഓഫർ ജോബ്സ് ടു നെക്സ്റ്റ് ഓഫ് കിൻ ഓഫ് ദോസ് ലോസ്റ്റ് ഇൻ പൊളിറ്റിക്കൽ വയലൻസ്. ഈ പൊളിറ്റിക്കൽ വയലൻസ് നഷ്ടപ്പെട്ട മരണം സംഭവിച്ചവരുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്കീം. BBX11 gene facilitate in the greening of plants by playing crucial role in regulating levels of protochlorophyllid, an intermediate in the biosynthesis of the green pigment chlorophyll. Maharashtra to set up International Sport University. Cabinet has approved a draft bill for the constitution of International Sports University in the state. University will offer various courses including physical and sports education. Very important. LAC hotspots turned brand buzzwords in the valley. Delhi-based shoe company, volatile locations between India and China across LAC have become money spinners. A range of winter shoes named after them is flying off the shelves across the Kashmir Valley. Key points include Galwan, Doklam, Kargil, and 5.5 among others. A line of actual control ഉള്ള സ്ഥലങ്ങൾ എന്താ ചെയ്യുന്നത്? വിന്റർ ഷൂസിന് പേര് കൊടുത്തേക്കാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ പേരിൽ. അതിന് കാശ്മീരിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പോർട്ടു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ, ഉടനെ ചോദിച്ചോണം. പോർട്ടു ലക്ക ലലീച്ച്. It is a new species in the wild sun rose discovered recently from eastern ghats of India. കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ, എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തായാലും ഉത്തരം നമ്മുടെ പ്രിലിമിൽ ഉണ്ടാവില്ല. ട്യൂബറസ് റൂട്ടാണ്, നോ ഹെയർ, ലീഫ് ആക്സിൽസ് ഒക്കെ ഉണ്ട്. സഹി ഫസൽ ക്യാമ്പയിൻ launched by National Water Mission in 2019 to nudge farmers in the water stressed areas to grow crops which are not water intensive but use water very efficiently and are economically remunerated, are healthy and nutritious, creating awareness among the farmers on appropriate crops, micro irrigation, soil moisture conservation, etc. അതാണ് ഈ സഹി ഫസൽ ക്യാമ്പയിന്റെ ഒരു ഉദ്ദേശം. മോൻബ ഹാൻഡ്മെയ്ഡ് പേപ്പർ, ഇത് ഒരു പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഞാൻ ഈ പേപ്പർ കുറച്ച് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മോൻബ ഹാൻഡ്മെയ്ഡ് പേപ്പർ, ഇതിന്റെ പ്രത്യേകത എന്താ? 1000 വർഷം പഴക്കമുള്ള ഒരു പേപ്പറാണിത്. ഇത് കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ this had become an integral part of local custom and culture of Tawang in Arunachal Pradesh. അപ്പോ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഇത് മിക്കവാറും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് ഈ ഹാൻഡ്മെയ്ഡ് പേപ്പർ മോൻ ഷുഗു എന്നാണ് ലോക്കൽ ഡയലക്റ്റിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഈ ഹാൻഡ്മെയ്ഡ് പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ദ ബാർക്ക് ഓഫ് എ ലോക്കൽ ട്രീ കോൾഡ് ഷുഗു ഷെൻ.
ഷുഗു ഷെങ് കേട്ടോ. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ പേപ്പർ. മോൻപ ഹാൻഡ്മെയ്ഡ്, കൊണിക്കോ ഹാൻഡ്മെയ്ഡ് പേപ്പർ, പലതരത്തിലുള്ള സംഗതിയുണ്ട്. മോൻപ കാണുന്നില്ല. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഒരു യൂണിറ്റ് തവാങ്ങിലുണ്ട്, വിച്ച് നോട്ട് ഓൺലി എയിംസ് ടു റിവൈവിംഗ് ദ ആർട്ട് ബട്ട് ഓൾസോ എൻഗേജിങ് ദ ലോക്കൽ യൂത്ത്സ് വിത്ത് ദിസ് ആർട്ട്. അതുമായിട്ട് അവരെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രാദേശിക തലത്തിൽ അവരുടെ ഒരു അല്ല, ഇത് സാധാരണ നമുക്ക് എഴുതാൻ പറ്റുന്ന പേപ്പർ, പക്ഷെ ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളത്. പിന്നെ 1000 വർഷത്തെ ലെഗസി ഉണ്ട്. ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ആളുകളൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതും ഒക്കെ. 1000 വർഷത്തെ പഴക്കവും ഒരു ട്രഡീഷൻ ആണല്ലോ. അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത, ഒരു ലെഗസി. ഈ ഷുഗു ഷെങ് അതാണ് ആ ട്രീ നിന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന്റെ ബാർക്ക് ചില്ലകൾ വെട്ടിയിട്ട്. 96ാമത്തെ ടോപ്പിക് 100 കിസാൻ റാലി. മഹാരാഷ്ട്രയിൽ നിന്ന് ഷാലിമാറിലേക്ക് റീസെന്റ് നടത്തി കിസാൻ റെയില്. ഇപ്പൊ പെട്ടെന്ന് ഫാർമേഴ്സിന് കാര്യങ്ങൾ അവരുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. എവർ ഡ്രൈവർലെസ് ട്രെയിൻ ഇന്ത്യ ഇനാഗ്രേറ്റ് ചെയ്തു. ഡൽഹി മെട്രോയിൽ മാഗ്നറ്റ ലൈൻ ഡ്രൈവർലെസ് ട്രെയിൻ. പരൈ സംധാൻ ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസമാണ് റീസെന്റ് ബൈ വെസ്റ്റ് ബംഗാൾ അവരാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അഡ്രസ് മേജർ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്യാപ്പ് ബട്ട് വിൽ അഡ്രസ് municipal, local or service gaps through specific mission mode to reach out to the neighborhood. Duar Sarkar is an initiative of the state government spread over 60 days for delivery of specific schemes of the state government at the doorsteps of the people. 99ാമത്തെ topic My Stamp Scheme. India Post Department for personalized sheets of postage stamps. നമുക്ക് നമ്മുടെ സ്റ്റാമ്പ് പ്രിന്റ് ചെയ്ത് വാങ്ങിക്കാം. അതിന് എത്രയാ? നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് സ്റ്റാമ്പ് ഉണ്ടാക്കാം. എത്രയാ വില? 300 രൂപയാണ് വില കേട്ടോ. ആസാം ടേബിൾസ് ബിൽ ടു മേക്ക് മദ്രാസസ് റെഗുലർ സ്കൂൾസ്. മദ്രാസസിന് സ്റ്റേറ്റ് റൺ മദ്രാസസിന് അടുത്ത ഫിസിക്കൽ ഇയർ തൊട്ട് ആസാം എന്താക്കുകയാണ്? ജനറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റുകയാണ്. അപ്പർ പ്രൈമറി, ഹൈ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് വിത്ത് നോ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് പേ. അലവൻസ് ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഓഫ് ദ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. നോർമൽ സ്കൂളുകളായിട്ട് മാറും. 101ാമത്തെ ടോപ്പിക് ഇവിടെ കാണും. പിഡലാന്തരിക്കി ഇല്ലു ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. ഹൗസിംഗ് സൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എക്സസൈസ് ഉണ്ട്. ഹൗസസ് ഫോർ ഓൾ പുവർ സ്കീം. ഇവിടെ എന്താ കൊടുക്കുന്നു? 30 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഓക്കെ, നമുക്ക് ഡിസംബർ മാസത്തിൽ ടോപ്പിക്സ് കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ 101 ടോപ്പിക്കിലെത്തി. ഡിസംബർ മാസത്തിലുള്ള ടോപ്പിക്സിന്റെ എണ്ണം ഏതാണ്ട് 170 ടോപ്പിക് ഉണ്ട്. കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ വി വിൽ കണ്ടിന്യൂ ദാറ്റ് ടുമോറോ. ഓക്കെ, താങ്ക് യു. സയൻസ് ആൻഡ് ടെക്കിന്റെ ക്ലാസിന്റെ ഡേറ്റ് കിട്ടിയായിരുന്നു? സയൻസ് ആൻഡ് ടെക് പ്രിലിമിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്നു സർ. ലിങ്ക് അല്ല, അത് കഴിഞ്ഞ് ബാക്കി ടൈം കിട്ടില്ല അല്ലേ സർ? പിന്നെ സൺഡേ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു സർ, ഈ ദിലീപ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയില്. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എന്താ പറഞ്ഞ? സാർ ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പം അദ്ദേഹം പിന്നെ മലയാളി ആണെങ്കിലും സിറ്റിസൺഷിപ്പ് ഉള്ളത് അമേരിക്കയിലാണ്. അപ്പൊ ഒരു NGO ബേസ് ചെയ്തിട്ട് അഫ്ഗാനിസ്ഥാനില് പിന്നെ ഒരു റൂറൽ ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് യാദൃശ്ചികമായി അദ്ദേഹത്തിന് രണ്ടുപേരെയും കൂടെ ഒരു താലിബാൻ ടീം പിടിച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷെ ആ കൊണ്ടുപോകുന്നതിന്റെ ഇടക്ക് ഒരു പ്രത്യേക ക്യാരക്ടറാണ് പറയുന്നത്. അപ്പൊ കൊണ്ടുപോകുന്നതിന്റെ ആ ഒരു സമയത്ത് പിന്നെ രാത്രി മലമുകളിലേക്ക് പോകുമ്പോൾ ഒരു നൈറ്റ് സമയത്ത് ഒരു ചെറിയ കുട്ടി വന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഒരു 19 വയസ്സുള്ള കുട്ടിയാണ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അവൻ കൂടുതലായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഈ പിന്നെ താലിബാൻകാരെ USA ആക്രമിക്കുന്ന ഫോട്ടോ ആണ്. അപ്പൊ എന്തായാലും നിങ്ങളെ വെറുതെ വിടൂല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ആ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് US വന്നിട്ട് ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വലിയൊരു ഇഷ്യൂ ആയ സംഭവമായിരുന്നു.
അപ്പൊ അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത് ഈ 19 വയസ്സുള്ളവൻ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ സാറ് ചോദിച്ചപ്പം അവര് പറഞ്ഞു, ആ താലിബാൻകാരൻ പറഞ്ഞു, അവൻ 4 വയസ്സിലാണ് ജോയിൻ ചെയ്തത്, 5 വയസ്സിലാണ് ഫസ്റ്റ് മർഡർ ചെയ്യുന്നത്. ആണോ? അയ്യോ, 5 അപ്പൊ വയസ്സ് അവര് ഫസ്റ്റ് മർഡർ ചെറുപ്പത്തിലെ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നുണ്ട്, അവർ എന്ത് കേട്ടാലും മായൂല എന്നുള്ളൊരു ഇതാണ് അതാ ഈ പറഞ്ഞത്. ബ്രെയിൻ സ്റ്റോമിങ് അങ്ങനെ ആക്കിയേ ആളുകളെ മാറ്റിയെടുക്കുന്ന. അവരെ ട്രെയിനിങ് ചെയ്യിക്കുന്ന ഒരു വീഡിയോ വാട്സാപ്പിലൊക്കെ ആണോ? അതെ അതെ, എങ്ങനെയുണ്ട് കുട്ടികളെ തോക്ക് പിടിച്ച് ഉന്നം പിടിച്ച് അത് ശരി ഒക്കെ കിടക്കും. അപ്പൊ നാളെ കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.